ഉം. ഓക്കെ മോനെ. എന്തിനാ കൂടുതൽ ആളുകള് മോനൊക്കെ മതിയല്ലോ. ഏ? നമ്മള് നമുക്കറിയാൻ കഴിയാത്ത മോനറിയാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ വിദേശത്തൊക്കെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ മറ്റൊരു ലെവലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കമന്റ്. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, കേരളത്തിലെ ആളുകൾക്ക് എന്തോ അത് പറ്റുന്നില്ല, നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ മോനിവിടെ പറയുകയുണ്ടായി, എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഞാൻ പറയുന്ന അതെല്ലാം എനിക്കറിയാം. പിന്നെ മോനെ, അതെല്ലാം എനിക്കറിയാം. പക്ഷേങ്കില് നമ്മൾ കേരളത്തിലെ മുഴുവൻ ആൾക്കാരെ അല്ല നോക്കേണ്ടത്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? നമ്മൾ ഈ സമൂഹത്തെ മുഴുവൻ നോക്കിക്കണ്ട് ജീവിക്കാൻ പോയാലേ പറ്റില്ല. അപ്പൊ നമ്മളെ ആരെങ്കിലും പിന്താങ്ങുന്നുണ്ടോ, നമ്മളെ ആരെങ്കിലും ഉയർത്താൻ വരുന്നുണ്ടോ, താഴ്ത്താൻ വരുന്നുണ്ടോ എന്നൊരിക്കലും നമ്മൾ നോക്കില്ല. നമ്മൾ നമ്മുടെ കഴിവുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അത് കേരളമാണോ വിദേശമാണോ എന്നൊന്നും നോക്കണ്ട. മനസ്സിലായോ? ഞാനാണെങ്കിലേ കുളക്കട എന്ന് പറയുന്ന ഈ സ്ഥലം, പക്ഷെ ഇപ്പോൾ എന്റെ ദേശം സൈലന്ത്രി ദേശമാണ്. അപ്പോ ഈ സ്ഥലത്ത് പക്ക ഗ്രാമപ്രദേശമാണ്. കേരളത്തിലെ ആളുകൾ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ ലെവലേശം യുക്തിബോധം ഇല്ല, ലെവലേശം മനുഷ്യത്വം ഇല്ല, ലെവലേശം സാമൂഹ്യ ജീവികളൊന്നുമല്ല ഇവരാരും തന്നെ. സമൂഹവുമായിട്ട് ഒരു പ്രതിബദ്ധതയില്ലാത്ത, സമൂഹത്തെ ഭയപ്പെട്ട് കഴിയുന്ന, എന്നാൽ മനുഷ്യത്വം ഒട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, എന്നാൽ മനുഷ്യത്വമുണ്ട് എന്ന് വീമ്പടിച്ച് നടക്കുന്ന കുറെ മനുഷ്യരാണ്. ഇവിടുന്ന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ മനുഷ്യര് വിഡ്ഢികളാണെന്ന്. എന്നാൽ മോൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് നല്ല കഴിവുണ്ട്, ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ എല്ലാത്തിനെ കുറിച്ച് നല്ല അറിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇതെല്ലാം മനസ്സിലാക്കിയെടുത്ത കുട്ടി, അല്ലെങ്കിൽ മോനാണ് മോനെ. എല്ലാം കൊണ്ടും അറിവുള്ള ആള്. അതായത് മറ്റൊരു വ്യക്തിയെ കുറിച്ച് അവരുടെ കാര്യങ്ങള് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ളവരാരോ അവരെയാണ് ശരിക്കും പറഞ്ഞാൽ യുക്തിബോധമുള്ളവരെന്നും ബുദ്ധിയുള്ളവരെന്നും കഴിവുള്ളവരെന്നും പറയേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും ഒരേ ലെവലാ. നമ്മളിപ്പോ ഒരു കാര്യം പറയണമെങ്കിൽ അത് നല്ല ധൈര്യത്തോട് തന്റേടത്തോടു കൂടി, അവിടെ തന്റേടം ഒന്നും വേണ്ട, ആവശ്യമില്ല. തന്റേടം ആർജിച്ചെടുക്കണ്ട. നമ്മളൊരു കാര്യം പറയണമെങ്കിൽ അതിങ്ങനെ പറഞ്ഞാല്, നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ മോനെപ്പോലുള്ള ഒരാള് ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഊർജ്ജസ്വലതയോട് അത് ശ്രമിക്കും. ഞാൻ പറയാണ്, മോൻ പറഞ്ഞില്ലേ മോനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. സത്യമായിട്ട് ഉള്ള കാര്യം പറഞ്ഞ ആ സ്വരം നല്ല ഭംഗിയുണ്ട് കേൾക്കാന്. നല്ല സ്വരം, നല്ല സ്വരമാണ്. നിങ്ങൾ ഇനിയും ഇത് തുടർന്നുകൊണ്ട് പോകുക. അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ഒരാളുടെ വാക്ക് മതി മറ്റുള്ളവർക്കും കൂടി ബുദ്ധി ഉണ്ടാകാൻ. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോഴേ, ഒരു വസ്തുവിനെ കാണുമ്പോ പലരും ആ വസ്തുവിനെ പല രീതിയിൽ വർണ്ണിക്കും. എന്നാൽ വ്യത്യസ്തമായിട്ട് ആരാണോ വർണ്ണിക്കുന്നത് അവരെയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പൊ ഒരു വസ്തുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ എല്ലാവരും ചിലർ ഒരേ അഭിപ്രായത്തിൽ തന്നെ നിൽക്കും. വർഷങ്ങളോളം ഒരേ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. ആ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റം വന്നാലും അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം കേട്ടാലും മറ്റുള്ളവര് ഒരേ ലെവലിൽ തന്നെ നിന്നുകൊണ്ട് ബുദ്ധിയില്ല, മണ്ടത്തിയാണ്, അല്ലെങ്കിൽ മണ്ടനാണ്, ബുദ്ധിയില്ല, കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനിരിക്കും. അതിൽ നിന്നും വ്യത്യസ്തമായി മോനെ പോലുള്ള ഒരു 10 പേരെങ്കിലും അല്ലെങ്കിൽ കുറെ ആളുകള് വ്യത്യസ്ത ചിന്താഗതിയുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകും.
അപ്പൊ നിങ്ങളെ പോലുള്ളവര് ബുദ്ധിയും കഴിവും വിവേകവും ഉള്ള കലാകാരന്മാർക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങളെ പോലുള്ള കുറേ ആളുകൾ എന്നോടൊപ്പം ഉണ്ട്. ഒത്തിരി പല കാര്യങ്ങൾ പഠിക്കാൻ വരുന്നുണ്ട്. ഒരുപാട് പഠനത്തിന് ചിത്രം വരപ്പായാലും പാട്ടായാലും മനഃശാസ്ത്രമായാലും ആത്മീയതയായാലും എല്ലാരും വാട്സപ്പിലാണെന്നേ ഉള്ളൂ. അതിന് ഞാൻ പേയ്മെന്റ് വാങ്ങിക്കാറുണ്ട്. അപ്പൊ പേയ്മെന്റ് വാങ്ങിച്ചാൽ തന്നെ ഇതിനകത്ത് വേറെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഞാൻ പേയ്മെന്റ് വാങ്ങിച്ചാൽ തന്നെ കുറെ ദിവസം കഴിയുമ്പോൾ ദാനധർമ്മം എന്ന പേരില് അവർക്ക് അവരെത്ര രൂപയാണോ തന്നത് അത്രയും കൊടുക്കാനില്ലെങ്കിലും അതിലൊരു കുഞ്ഞു ചില്ലറ ഞാൻ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. കാരണം അവര് വിഷമിക്കരുത്, അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ തന്നല്ലോ എന്ന് കരുതി വിഷമിക്കരുത്. അതിന് ദാനധർമ്മം എന്ന പേരില് ഞാനാണെങ്കില് അവർക്ക് ഒരു കുഞ്ഞു തുക എന്റേതായിട്ടുള്ള രീതിയിൽ പിന്നെ ഇട്ട് കൊടുക്കും. അതില് എനിക്ക് നഷ്ടമോ ലാഭമോ ഒന്നും നോക്കാറില്ല. മോന്റെ ആ ഗൂഗിൾ പേ നമ്പർ എടുത്ത് നോക്കിയാൽ മതി. മോൻ എത്ര രൂപയായിരുന്നു എനിക്ക് അന്ന് 50 രൂപയായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ 20 രൂപ മോന് ഇട്ട് തന്നിട്ടുണ്ട് ദാനധർമ്മം എന്ന പേരില്. അത് മോന് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ കേരളത്തിലുണ്ടെങ്കില് നമ്മളെല്ലാരും കലാകാരാണ്, ഒരുപോലെ തന്നെ പോകും. അതിന് കേരളത്തിലുള്ള എല്ലാവരും നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക് ഞാൻ പറഞ്ഞത്? എന്തായാലും മോന്റെ ശബ്ദം കൊള്ളാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഈ പറഞ്ഞ വാക്കുകൾ എടുത്തിരുന്നു. കാരണം മോന്റെ കൂടി ഇത്തരം വാക്കുകൾ ചെല്ലുമ്പോൾ വ്യത്യസ്ത ചിന്താഗതി അവിടെ പുനർജനിക്കും. മോന്റെ സ്വരവും കൊള്ളാം. അതായത് മറ്റുള്ളവര് എന്നെ പറയുന്ന ആ ലെവലിൽ നിന്നും പുതിയൊരാള് പുതിയതൊന്ന് കണ്ടെത്തി പറയുന്നു. അപ്പൊ ആളുകൾ ശ്രദ്ധിക്കും, ആളുകൾക്ക് ചിന്താബോധം ഉണ്ടാകും. അവിടെ പുതിയ കലാകാരൻ ഉദയം പ്രാപിക്കും, ഉദയം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തില് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. വ്യക്തികളിൽ മാറ്റം ഉണ്ടാക്കുന്നത്. ഓക്കെ കന്ന.